ഇത് OnePlus Nord 5. അതുകൊണ്ട് ഇത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഹേറ്റ് ആയിരുന്നു ഈ ഒരു ഫോണിനെ പറ്റി. Nord 4 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡൗൺ ഗ്രേഡ് ആണ് എന്നൊക്കെ. ടെക്നിക്കലി ചില കാര്യങ്ങൾ ഡൗൺ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആദ്യത്തെ ആ ഒരു ഹേറ്റ് ഉണ്ടായെങ്കിലും പക്ഷേ സ്ലോലി പീപ്പിൾ സ്റ്റാർട്ടഡ് ലവിങ് ദ സ്മാർട്ട് ഫോൺ. കാരണം ഈ പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് IQ Neo 10 കിട്ടുന്നുണ്ട്, പോക്കോ F7 കിട്ടുന്നുണ്ട്, വെരി പവർഫുൾ സ്മാർട്ട് ഫോൺസ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യണോ സ്കിപ്പ് ചെയ്യണോ വിശദമായിട്ട് നോക്കാം. ഈ ഫോൺ ഫസ്റ്റ് കയ്യിലെടുത്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദിസ് ഇസ് എ ഹെവി സ്മാർട്ട് ഫോൺ. നല്ല വെയിറ്റ് ഉണ്ട്, ഏകദേശം 200 ഗ്രാമിൽ കൂടുതലുണ്ട്. പക്ഷേ ലാസ്റ്റ് ഇയറിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു മെറ്റൽ ബാക്ക് ഉള്ള ഫോൺ, മെറ്റൽ ഫ്രെയിം ഉള്ള ഫോൺ. നോഡ് 4 നിന്നും 5 വന്നപ്പോൾ ആ ഒരു മെറ്റൽ ബാക്കും കളഞ്ഞു, മെറ്റൽ ഫ്രെയിമും കളഞ്ഞു, പ്ലാസ്റ്റിക് ഫ്രെയിം ആക്കി, ഗ്ലാസ് ബാക്ക് ആക്കി. ബട്ട് വയർലെസ് ചാർജിങ് ഇല്ല. ഇതിങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു മാർബിൾ ടൈപ്പ് ഫീൽ ആണ്. കേസ് ഇല്ലാതെ ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ലിപ്പറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കേസ് നിങ്ങൾക്ക് ബോക്സിൽ കിട്ടുന്നുണ്ട്. കേസ് യൂസ് ചെയ്യുക, കളർ മാച്ചിങ് ആയിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും ഫ്രണ്ടിൽ നിങ്ങൾക്ക് Gorilla Glass 7യുടെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്, സെയിം ആസ് പോക്കോ F7 ഓർ ഈവൻ 80,000 ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ വരുന്ന പോലത്തെ പ്രൊട്ടക്ഷൻ. ആൻഡ് പ്രീ അപ്ഡേറ്റ് ആയിട്ട് സ്ക്രീൻ പ്രൊട്ടക്ടറും കൊടുത്തിട്ടുണ്ട്. IP68 റേറ്റിംഗ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന IP65 ആണ്. ബട്ട് സ്ക്രീൻ സൈസ് വലുതാക്കിയിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഒരു 6.8 ഇഞ്ചിന്റെ സ്ക്രീൻ ആണ്. എന്നാലും മെറ്റീരിയൽ വൈസ് ഒരു ഡൗൺ ഗ്രേഡ് ആണെങ്കിലും ഇതിന്റെ ഡിസ്പ്ലേ പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയായിട്ടുള്ള ഡിസ്പ്ലേ ആണ്, നല്ല ബ്രൈറ്റ് ആണ്, ക്രിസ്പ് ആണ്. എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ബെസൽസ്, ഈക്വൽ സൈസ് ബെസൽസ് ആണ് ഓൾ സൈഡിലും വരുന്നത്. ഈക്വൽ സൈസ് എന്ന് മാത്രമല്ല വളരെ തിൻ ആയിട്ടുള്ളൊരു ബെസലാണ് വരുന്നത്. ലാസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അപ്ഗ്രേഡ് 144 ഹെർട്സിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഒരു HDR10+ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. ബട്ട് ഒരു LTPO ഡിസ്പ്ലേ, അതായത് 1 ഹെർട്സ് ടു 120 ഹെർട്സ് അങ്ങനെ പോകുന്ന ഒരു ഡിസ്പ്ലേ അല്ലെങ്കിലും നമ്മൾ ബ്രൈറ്റ്നസ് നോക്കുന്ന സമയത്ത് HDR ബ്രൈറ്റ്നസ് 1800 നിറ്റ്സ് ഉണ്ട്. ബട്ട് നോർമൽ യൂസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഡയറക്റ്റ് സൺലൈറ്റിൽ പോകുമ്പോൾ വിസിബിലിറ്റി ഉണ്ടോ, അത് 1400 നിറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 1000 നിറ്റ്സിന് മുകളിൽ ഏതൊരു ഡിസ്പ്ലേക്കും HPM ബ്രൈറ്റ്നസ് ഉണ്ടെങ്കിൽ സഫീഷ്യൻ്റ് ആണ് നിങ്ങൾക്ക് ഔട്ട്ഡോർ യൂസിന്. ബട്ട് ഈ ഫോണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇതിൻ്റെ സ്പീക്കേഴ്സിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. കേട്ടു നോക്കൂ. ഓൾസോ ഞാൻ ആദ്യമായിട്ട് ഓപ്പോ Find X8 യൂസ് ചെയ്ത സമയത്ത് നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ്, UI-നകത്ത് പല സ്ഥലത്തും ഈ ഹാപ്റ്റിക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ നോ OnePlus ആണെങ്കിലും കളർ വോയിസ് തന്നെയാണ് പുറകിൽ ഓടുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പോലും ആ ഒരു ചെറിയ മൈനർ ടച്ച്, അതായത് എന്താ പറയുക, മൈനർ ഹാപ്റ്റിക്സ് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹാപ്റ്റിക്സ് ഈസ് റിയലി ഇംപ്രസീവ്. നല്ലൊരു ഹാപ്റ്റിക്സ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. ഈ ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ. എന്തായാലും ലാസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ 7+ Gen 3 ചിപ്സെറ്റ് ആയിരുന്നു, ഇതിനകത്ത് 8s Gen 3 ചിപ്സെറ്റ് ആണ്. അതിനും 30K പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് 8s Gen 4 കൊടുക്കാമായിരുന്നു. ഇത് ഏകദേശം ഒരു 1.4 മില്യന്റെ AnTuTu സ്കോറാണ് വരുന്നത്. LPDDR5X റാം കൊടുത്തിട്ടുണ്ട്. ബട്ട് ചെറിയൊരു ഡൗൺ ഗ്രേഡ് കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് ഇയറിന് UFS 4 മാറ്റിയിട്ട് ഇപ്രാവശ്യം UFS 3.1 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഡിസപ്പോയിന്റ് ആവേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ UFS 3.1 ആണല്ലോ, UFS 4 വേണമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡെയിലി നിങ്ങൾക്കൊരു 8K വീഡിയോ നിങ്ങളുടെ ഫോണിൽ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 10-11 GB മുകളിൽ ഫയൽസ് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ UFS 3.1ഉം UFS 4ഉം തമ്മിലൊക്കെ ഡേ ടു ഡേ വ്യത്യാസം തോന്നുന്നത്. അല്ലാത്ത പക്ഷം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യത്യാസങ്ങളൊന്നും തോന്നില്ല. യെസ്, സ്റ്റിൽ ഡൗൺ ഗ്രേഡ് ആണ്, 4 കൊടുക്കാമായിരുന്നു. ബട്ട് ഇത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. എന്നാലും 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ, അത്രത്തോളം ഒപ്റ്റിമൈസ്ഡ് ആണ്, ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡേ ടു ഡേ യൂസേജിൽ ഒരു കുഴപ്പമില്ല. ആൻഡ് ഹീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ AnTuTu റൺ ചെയ്ത് നോക്കി. ഏകദേശം ടെമ്പറേച്ചേഴ്സ് 42 ഡിഗ്രീസ് വരെയാണ് പോയത്, വിച്ച് ഇസ് ഫൈൻ. ബിക്കോസ് 44 ഡിഗ്രിക്ക് മുകളിലൊക്കെ പോകും, 44-45 മുകളിലാണ് ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് നമ്മൾ പറയാൻ പറ്റുള്ളൂ. 42 ഇസ് ഓക്കെ, നോർമൽ. അത് ചെറിയൊരു വാംത്താണ്, കേസൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നവർക്ക് അറിയ പോലും ഇല്ല. എന്തായാലും വെയിറ്റിനുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് കാരണം മേ ബി 6800 mAh ബാറ്ററിയാണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അമേസിംഗ് ബാറ്ററി, ഒരു ദിവസം ഫുള്ള് സുഖമായിട്ട് നിങ്ങൾക്ക് നിൽക്കുന്നുണ്ട്. ഒന്നല്ല, നോർമൽ യൂസിനൊക്കെ 1.5 ദിവസം വരെയും കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് ഫാസ്റ്റ് ചാർജിങ് 80 വാട്ടിൽ ഇത് ചട്ടയെന്ന് പറഞ്ഞ് ചാർജും ആവും. സോ ഡെഫിനറ്റ്ലി ബാറ്ററി ലൈഫ് ഇസ് നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം. പിന്നെ നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനകത്ത് NFC-യുടെ സപ്പോർട്ട് ഉണ്ട്. മുകളിലായിട്ട് നിങ്ങൾക്ക് IR ബ്ലാസ്റ്ററും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ പല റിവ്യൂസും കമ്പയർ ചെയ്തപ്പോൾ പ്രധാനമായിട്ടും ആൾക്കാർ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. IQ Neo 10 കമ്പയർ ചെയ്യുമ്പോൾ അത്രയും പോലും ക്യാമറ പെർഫോമൻസ് ഇല്ല എന്നൊക്കെ ഞാൻ കണ്ടു. പക്ഷേ അതിനുശേഷം ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതിൽ ഫോട്ടോസ് എടുത്ത് നോക്കി. എന്തായാലും എൻ്റെ ഒരു യൂസിന് എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. ക്യാമറ ഔട്ട്പുട്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. യെസ്,
ടെലിഫോട്ടോ ലെൻസ് ഇല്ല, ദാറ്റ് ഈസ് കറക്റ്റ്. ബട്ട് ഈ ഒരു 50 മെഗാ പിക്സലിന് സോണി LYT700 എന്ന് പറയുന്ന സെൻസർ ഇറ്റ് ഈസ് മോർ ദാൻ കേപ്പബിൾ. നമ്മൾ കണ്ടായിരുന്നു ഈ LYT സീരീസിലുള്ള സെൻസേഴ്സൊക്കെ തന്നെ നല്ല പഞ്ചി ആയിട്ടുള്ള കളേഴ്സും നല്ല ഡൈനാമിക് റേഞ്ചും തരുന്ന ടൈപ്പ് ഓഫ് സെൻസേഴ്സ് ആണ്, ഗുഡ് ക്വാളിറ്റി. ബട്ട് കൂടെയുള്ള ആ ഒരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് നിങ്ങൾക്ക് അറിയാം 50 മെഗാ പിക്സൽ പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മാറുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. 8 മെഗാ പിക്സലൊക്കെ എടുത്ത് മാറ്റേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 12 മെഗാ പിക്സൽ എങ്കിലും കൊണ്ടുവരാം നെക്സ്റ്റ് ടൈം. ഈ അൾട്രാ വൈഡ് ക്യാമറ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് മാക്രോ ഫോട്ടോസ് എടുക്കാം. പക്ഷേ ഇതിൽ ഞങ്ങളുടെ ഒരു ചെറിയ ഗ്ലിച്ച്, നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അൾട്രാ വൈഡിലേക്ക് സ്വിച്ച് ചെയ്ത് മാക്രോ മോഡിലേക്ക് വരുമെങ്കിലും പെട്ടെന്ന് തന്നെ പ്രൈമറി ലെൻസിലേക്ക് സ്വിച്ച് ആവും, വീണ്ടും മാക്രോയിലേക്ക് സ്വിച്ച് ആവും. സോ കറക്റ്റ് ഒരു മാക്രോ ഫോട്ടോ എടുക്കാൻ കുറച്ച് പാടുപെടും. ബട്ട് അൾട്രാ വൈഡ് വേണമെന്നുള്ളവർക്ക് ഒരു അൾട്രാ വൈഡ് അവിടെ ഉണ്ട്. ഇനി ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് 4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈവൻ ഫ്രണ്ട് ക്യാമറയിലും അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിലെ 16 മെഗാ പിക്സലിൽ നിന്നും ഈ വർഷം 50 മെഗാ പിക്സലിലേക്കാണ് വന്നിരിക്കുന്നത്. വിച്ച് മീൻസ് കിടിലൻ സെൽഫീസ് എടുക്കാൻ വരുന്നുണ്ട് എന്ന് മാത്രമല്ല, ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഹൈ ഡൈനാമിക് റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിലും ഇതിനകത്ത് ഫ്രണ്ടിലും നിങ്ങൾക്ക് 4K 60 FPS വീഡിയോ എടുക്കാം. സോ ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് 1080p 60 FPS 4K 60 FPS ഇത്തരത്തിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് യെസ്, ഓട്ടോ ഫോക്കസ് ഉള്ള ഫ്രണ്ട് ക്യാമറയാണ്. എന്നാൽ ബാക്കിലായാലും ഫ്രണ്ടിലായാലും ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, സ്കിൻ ടോൺസ് ലേശം ഓഫാണ്. കുറച്ച് വെളുപ്പിക്കുന്ന ടൈപ്പ് ഓഫ് സ്കിൻ ടോൺസ് നമുക്ക് വീഡിയോസിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് അഗൈൻ പോർട്രേറ്റ് വീഡിയോസ് ബാക്ക്ഗ്രൗണ്ട് ബൊക്കയോട് കൂടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് 1080p 30 FPS എടുക്കാൻ പറ്റുന്നത്. ഫ്രണ്ട് ക്യാമറയിലും എടുക്കാം, ബാക്ക് ക്യാമറയിലും എടുക്കാം. പോർട്രേറ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഫീച്ചർ ഉണ്ട് എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി, അതത്ര ആക്യുറേറ്റ് ഒന്നും അല്ല. ആൻഡ് ഓൾസോ അൾട്രാ വൈഡ് ക്യാമറ കൊണ്ട് നിങ്ങൾക്ക് 1080p 30 FPS ഇത്തരത്തിൽ വീഡിയോ എടുക്കാം, വിച്ച് ഇസ് കമ്പയർ ടു പ്രൈമറി ക്യാമറ ഭയങ്കര ശോകമാണ്. ഇനി ഇപ്പോൾ ആൾക്കാർക്ക് OnePlus ഫോണുകൾ എടുക്കാൻ കുറച്ചുകൂടി കോൺഫിഡൻസ് വന്നതിൻ്റെ കാര്യം ലൈഫ് ടൈം ഫ്രീ ഗ്രീൻ ലൈൻ വാറൻറ്റി കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് ഈ ഫോണിനും ഉണ്ട്. വിച്ച് മീൻസ് എപ്പോഴായാലും നിങ്ങൾക്ക് ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ അത് മാറ്റി കിട്ടും. ആൻഡ് മേ ബി ആൾക്കാർ OnePlus ഫോണുകൾ പ്രിഫർ ചെയ്യാനുള്ള പ്രധാന കാരണം ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ മാത്രമല്ല, ഈവൻ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷനും കൂടെ ആയിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ ആനിമേഷൻസ് ഒക്കെ നൈസാണ്, എന്നാലും 100% ക്ലീൻ UI എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഫോൺ സെറ്റപ്പ് ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസിൻ്റെ റെക്കമെൻഡേഷൻസ് കാണുന്നുണ്ട്. ആപ്പിക്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ ആപ്പിക്സിനകത്തു നിന്നാണ് ഇതൊക്കെ വരുന്നത്. അത് നിങ്ങൾക്ക് പോയിട്ടൊന്ന് ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും. ബിക്കോസ് ബൈ ഡിഫോൾട്ട് ക്യാൻഡി ക്രഷ് ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ആയി വന്നിരിക്കുന്നത് കാണുന്നുണ്ട്. എന്തായാലും മറ്റ് ഫോണുകൾ കമ്പയർ ചെയ്യുന്ന പോലെ കുത്തി നിറച്ചുള്ള ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല, 1-2 ഉണ്ട്. അത് ഡിസേബിൾ ചെയ്ത് വെക്കാം. ആക്ച്വലി സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആപ്പിക്സ് ഡിസേബിൾ ചെയ്തതാണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അത് അവിടെ വീണ്ടും വന്നു. സോ ദാറ്റ് ഈസ് ദെയർ. പിന്നെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിനകത്തുണ്ട്. ആൻഡ് സൈഡിൽ ദ ഷോർട്ട് കട്ട് കീ കൊണ്ടുവന്നിട്ടുണ്ട്. ഷോർട്ട് കട്ട് കീ വെച്ച് നിങ്ങൾക്ക് അതിനെ പ്ലസ് കീ എന്നാണ് വിളിക്കുന്നത്. അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, എന്താണ് വേണ്ടത്, സൗണ്ട് ആൻഡ് വൈബ്രേഷൻ, ഡു നോട്ട് ഡിസ്റ്റർബ്, സ്ക്രീൻഷോട്ട് എന്നിങ്ങനത്തെ കുറേയധികം ആക്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾസോ 4 കൊല്ലത്തെ OS അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോൺ ഉണ്ടല്ലോ, ഈ 30,000 രൂപയുടെ പ്രൈസ് റേഞ്ചിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ പോക്കോ F7 ഉണ്ട്, വിച്ച് ഇസ് എ ഗ്രേറ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ. ബട്ട് അതിനകത്ത് ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ട് എന്ന് മാത്രമല്ല, അതിൻ്റെ ക്യാമറാസ് ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഇനി മറുഭാഗം നമ്മൾ ഐക്യൂനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണാണ്, ക്യാമറ ഈസ് ഫൈൻ. പക്ഷേ അഗൈൻ സോഫ്റ്റ്വെയർ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ കമ്പയർ ടു ഈ OnePlusന്റെ സോഫ്റ്റ്വെയർ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഫൺ ടച്ച് OS നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ഒരു നല്ല സോഫ്റ്റ്വെയർ, ബാറ്ററി, ഡിസ്പ്ലേ, ഹാപ്റ്റിക്സ്, ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ്, ഓവറോൾ ഒരു 30K പ്രൈസ് പോയിന്റിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ നോക്കുവാണെങ്കിൽ ഇതാണ് ഒരു നല്ലൊരു ഓപ്ഷൻ ഇപ്പോൾ ഉള്ളത്. അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.